ഹലോ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എൻ്റെ പുതിയ ഇൻട്രോയാണ്. എങ്ങനെയുണ്ട്? ഞാൻ കോയമ്പത്തൂരാണുള്ളത്. ഞാനും എൻ്റെ 3 ഫ്രണ്ട്സ് ഉണ്ട്. നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്തവരാണ്. ഒരാൾ ബാത്റൂമിലുണ്ട്, 2 പേര് അപ്പുറത്തെ റൂമിലുണ്ട്. അപ്പോൾ നമ്മളിന്ന് വന്നത് ഇവിടെ കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളും കൂട്ടാൻ ഹൗസ് വാമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് പർച്ചേസിങ്ങിന് വന്നതാണ്. പിന്നെ വേറെ എൻ്റെ കുറച്ച് 2 പേഴ്സണൽ കാര്യങ്ങളുണ്ട്. പേഴ്സൺ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, കുറച്ച് പൈസയുടെ ഇഷ്യൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങോട്ട് വരാൻ നേരത്ത് KSRTCക്ക് വന്ന കുറേ ഇതുണ്ടായിരുന്നു കേട്ടോ. കോമഡി എന്ന് പറഞ്ഞാൽ KSRTCയിൽ സാധാരണ ഞാൻ വരുമ്പം ഞാനെപ്പോഴും ഹെഡ്സെറ്റ് വെച്ച് പാട്ടൊക്കെ കേട്ടിട്ടാണ് ഞാൻ വരിക. പക്ഷേ അതിന് പകരം എൻ്റെ ഫോണിന് ചാർജ് ഇല്ലായിരുന്നു. അതുകൊണ്ട് കണ്ടക്ടർ വണ്ടിക്കകത്ത് JBL സ്പീക്കർ വെച്ചിട്ട് പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തലേനെ മുകളിലായിരുന്നു. അപ്പോൾ ഞാൻ കുറേ വിഷ്വൽ എടുത്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഇതിനകത്ത് എന്തായാലും മലയാളം പാട്ട് കുറേ ഉണ്ട്. അപ്പോൾ കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് എനിക്കത് മ്യൂട്ടാക്കേണ്ടി വരും. പിന്നെ കുതിരാനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുതിരാൻ മുന്നേ കണ്ടിട്ടുണ്ട്. ഞാനും എൻ്റെ ചേട്ടനും കൂടെ ഒരു വട്ടം പാലക്കാട് സമയത്ത് കുതിരാനിൽ കൂടെ വന്നിട്ടുണ്ട്. പിന്നെ വണ്ടിക്കകത്ത് ഒരു അണ്ണാച്ചീനെ പരിചയപ്പെട്ടു. നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പുള്ളീനടുത്ത് ഞാൻ പരിചയപ്പെട്ടത് വെച്ചാൽ അണ്ണ എന്താ മലയ്ക്ക് ഏതാவது പ്രത്യേകത എടുക്കുക. വലിയൊരു മല കണ്ടു. അപ്പോൾ അണ്ണ പറഞ്ഞു എന്താ മല പെരുസാന മല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ വന്നത് ആ മല കണ്ടാൽ എല്ലാവരും പറയും പെരുസാണ്, അതിന് ഇയാൾ വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെ പെരുസായ മല ഇതിനെപ്പറ്റി പിന്നെ പുള്ളിക്കാരൻ്റെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അണ്ണ ഇതിലും വലിയ മല ഞാൻ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ പാല് കാച്ചിയിലെ വീഡിയോ എടുത്തിട്ട് ഞാൻ അണ്ണൻ്റെ ഫോണിലെടുത്ത് കാണിച്ചു കൊടുത്തു. അണ്ണ എന്നിട്ട് അത് കണ്ണൻ പറഞ്ഞു നീ ഭയങ്കരമായ ആൾ തന്നെ, ഇന്തമാതിരി പോകുന്നതൊക്കെ ഡേഞ്ചർ ഇതല്ലേ, അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞു ഫുള്ള് തമിഴിൽ എന്നെ പൊക്കി അടിച്ച്. കുറേ തമിഴ് വേണമെന്ന് എനിക്ക് മനസ്സിലായിട്ടൊന്നുമില്ല, പക്ഷേ പുള്ളി എന്നെ പൊക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ പുള്ളീനെ എന്നെ കൊണ്ട് എൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിച്ച് എൻ്റെ പുതിയ മെമ്പറാക്കി. അത് കഴിഞ്ഞ് പുള്ളി കോയമ്പത്തൂർ ഇവിടെ ഗാന്ധിപുരത്ത് വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പുള്ളി പറഞ്ഞു എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറ, റൂം വേണോ ആക്കി തരാം. ഞാൻ ഇല്ല കുഴപ്പമില്ല, അറിയുന്ന എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഇതിൽ കെയർ ഓഫിൽ വന്ന റൂമാണ്. അപ്പോൾ അങ്ങനെ നമുക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അണ്ണ, എല്ലാം സെറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ ഏതാവതും ഉണ്ടെങ്കിൽ കൂപ്പിടാൻ പറഞ്ഞിട്ട് അണ്ണൻ പോയി. പിന്നെ പരിചയപ്പെട്ടത് വിചിത്രമായ ആൾക്കാർ. നമ്മൾ എല്ലാ സ്ഥലത്തും ഉണ്ടാവുമല്ലോ. നമുക്കൊരു സ്ഥലം പരിചയം അല്ലാന്ന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോക്കാരെ പറ്റിക്കുക. കാരണം ഫ്രണ്ടിലവന്മാർ 2 പേര് 2 ഓട്ടോക്കാന്മാർ വേറെ വഴിക്ക് പോയി, ഞാനും എൻ്റെ വേറെ ഫ്രണ്ടും. അപ്പം അവന് തമിഴ് ഒട്ടും അറിയത്തില്ല. എനിക്ക് കുറച്ച് തമിഴ് അറിയുന്നതെന്ന് വെച്ചാൽ കുറച്ച് തമിഴ് അറിയാം. അപ്പോൾ ഞാനത് വെച്ച് കയറി അയാളുടെ നല്ല പൈസ ഇസ്ക്കി. പക്ഷേ പോട്ടെ, അത് ഞാൻ വിട്ടു. അത് കഴിഞ്ഞ് ചില ആൾക്കാരോട് നമുക്ക് സഹതാപം തോന്നുമല്ലോ. അപ്പോൾ ഇവിടെ വന്നിട്ട് അടുത്തൊന്നും ഹോട്ടലുണ്ട്, പക്ഷേ നമുക്ക് ഇഷ്ടപ്പെടാനായിട്ട് സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് പൈസ കൊടുക്കാൻ പോയപ്പോൾ ഞാൻ കണ്ടൊരു ഒരു ചെക്കൻ കേട്ടോ, ഭയങ്കര നിഷ്കളങ്കനായവൻ. ഞാൻ പറഞ്ഞ് ടിപ്പ് കൊടുത്തു. അപ്പോൾ അവന് ഭയങ്കര സന്തോഷം, താങ്ക്സ് അണ്ണേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ടൊക്കെ പറഞ്ഞു പോയി. അങ്ങനെ നമുക്ക് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പം. പക്ഷെ നമ്മളെ മനഃപൂർവ്വം പറ്റിക്കുന്ന ആൾക്കാരെന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം കുഴപ്പമില്ല, പുള്ളിക്കും ഒരടവല്ലേ ആൾക്കാർക്ക് ജീവിക്കുക എന്നുള്ളത്. അതിപ്പോൾ നമ്മുടെ നാട്ടിലായാലും നമുക്ക് ആ സ്ഥലം പരിചയമില്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ ആരെയും നമ്മളെ ചൂഷണം ചെയ്യും. നല്ല ആൾക്കാരും ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. അപ്പോൾ ഞാനിങ്ങനെ വലിച്ച് നീട്ടുന്നില്ല. കോയമ്പത്തൂർ വന്നതിന് കുറച്ച് ഉദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വേറെ കുറച്ച് ഐറ്റങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ പേഴ്സണലായിട്ട് കുറച്ച് കാര്യം ഉണ്ടായിരുന്നു, കുറച്ച് മണീൻ്റെ ഇഷ്യൂ. അതൊക്കെ പിന്നെ വേറെ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത്. ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കും. ഞാൻ ഇൻട്രോയും ഇതിന് ശേഷം വിഷ്വലും കാര്യങ്ങളും കഴിഞ്ഞ് നിർത്തും. അപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. ഞാൻ നിൽക്കുന്ന റൂം ഇവിടുന്ന് ഇതാണ് മെയിൻ ഡോറ്. പിന്നെ അവനവിടെ ബാത്റൂമിൽ അവനുണ്ട്. പിന്നെ ബെഡ്, കബോർഡ് കാര്യങ്ങൾ, ഫോണൊക്കെ ഉണ്ട് കേട്ടോ. എന്ത് വേണമെങ്കിലും താഴെ വിളിക്കാം, പറയാം. നല്ല പെയിൻറ്റിങ് ഉണ്ട്, നല്ല ഫാനുണ്ട്, AC ഉണ്ട്, പിന്നെ TV ഉണ്ട്, പിന്നെ വൈഫൈ ഉണ്ട് കേട്ടോ. സോപ്പ് ഞാനൊന്ന് എടുത്ത് കുളിച്ചു. അവൻ എൻ്റെ സോപ്പ് വെച്ചാണ് കുളിക്കുന്നത്. പിന്നെ ബ്രഷ്, അവൻ പല്ലേപ്പില്ല. പിന്നെ ഗ്ലാസ്, എല്ലാ സാധനമുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് എന്താ സംഭവം, ഇതിൻ്റെ പുറത്തേക്ക് ടൗൺ. അപ്പോൾ ബാൽക്കണി സെറ്റപ്പൊക്കെ ഉണ്ട്. ബാൽക്കണി അപ്പുറത്തുണ്ട്, നമുക്കില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഈ വീഡിയോ എൻ്റെ കൂടെ കുറച്ച് കുതിരാനി പോയ കാര്യങ്ങളും അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യും എൻ്റെ കൂടെ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. നാളെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരും. കാരണം കോപ്പറേറ്റ് കിട്ടിയില്ലെങ്കിൽ
ഈ വീഡിയോ ചിലപ്പോൾ ഞാൻ ഇടും, അപ്ലോഡ് ആക്കും. കോപ്പറേറ്റ് എന്തായാലും വരുമെന്ന് എനിക്കറിയാം, കാരണം പാട്ട് കട്ട് ചെയ്യാൻ നോക്കാം മാക്സിമം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ ഇൻട്രോയും ഔട്ട്രോയും എല്ലാം ഈ ഒറ്റ ഇതിന് ശേഷമായിരിക്കും, ബാക്കി ക്ലിപ്പ് കാണുക. അപ്പോൾ എന്തായാലും ഇപ്പം വന്നിട്ട് കുറച്ച് നേരം കൊണ്ട് തന്നെ തമിഴ്നാട്, കോയമ്പത്തൂർ നല്ല ആൾക്കാരുണ്ട്, നല്ല ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ അങ്ങ് പോട്ടെ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. എനിക്ക് വയറൊക്കെ തള്ളിപ്പിടിച്ച് വേണം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നടക്കാൻ. കണ്ണാടി എടുത്ത് മാറ്റി കേട്ടോ. പക്ഷെ രാവിലെ ഫുള്ള് കണ്ണാടി വെച്ചാണ്, ബസ്സിനകത്തൊക്കെ കണ്ണാടി വെച്ചിട്ടായിരുന്നത് കണ്ണാടി. അപ്പം ഓക്കെ, നാളെ അടിപൊളി വീഡിയോ ഉണ്ടാവും. അതിന് വേണ്ടി ഞങ്ങൾ കുറച്ച് സ്ഥലത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കറക്റ്റ് വീഡിയോ എടുത്ത് വരാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പോൾ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു, കാരണം ഞാൻ ഇന്നലെ വൈകുന്നേരം നാട്ടിൽ നിന്ന് അന്നയ്ക്ക് കയറി എറണാകുളത്ത് പോയി. ഇവന്മാരെന്നെ പറ്റിച്ച് കാറിന് പോകാമെന്ന് പറഞ്ഞാണ് പിന്നെ ഞങ്ങൾ തൃശ്ശൂർ വന്നിട്ടാണ് ഇന്ന് രാവിലെ ഇങ്ങോട്ട് കയറിയത്. അപ്പം കുറച്ച് ബുദ്ധിമുട്ടിലാണ് വന്നതെന്ന്, ഉറങ്ങിയിട്ട് പോലും ഇല്ല. ഇനിയിപ്പോൾ വൈകുന്നേരം പോയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ഇനി ഉറങ്ങാൻ. പറഞ്ഞ് ഇങ്ങനെ വലിച്ച് നീട്ടുന്നില്ല. എന്നാലും ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്, കാരണം ഞാൻ ഭയങ്കരമായ ആളിന്ന് തമിഴ്നാട്ടിലെ ഒരു അണ്ണൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ള, അവന്മാരെ ചിരിയായിരുന്നു. പക്ഷേ എന്നെ പറയുമ്പം ആരെങ്കിലും ചിരിക്കും, പക്ഷേ എനിക്ക് അത് ഭയങ്കര സന്തോഷമുള്ളതാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കോയമ്പത്തൂർ കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. എൻ്റെ കൊഞ്ചം തമിഴ് നിങ്ങളെയും കൂടെ കേൾപ്പിച്ചു തരാം. അപ്പോൾ അന്ത പെരുസാന മലയും നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെക്കാളും ഭയങ്കര വലിയ മലയാണ് കേട്ടോ, അത് നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഫീല് കിട്ടത്തുള്ളൂ. അപ്പം ഇനിയും വലിച്ചു നീട്ടുന്നില്ല, സമയം 7 മിനിറ്റോളമായി. ഇതിന് ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ. വീഡിയോ ഫുള്ളായിട്ട് കാണും. ഓക്കെ. നല്ല പാട്ടും വെച്ച് തൊട്ടടുത്തൊരു അണ്ണനെ ഇരിപ്പുണ്ട് കേട്ടോ, KSRTCയിൽ നല്ല പാട്ടൊക്കെ വെച്ച്. പാട്ട് എനിക്ക് ഇതിനകത്ത് ഇടാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് അടിക്കുന്നതുകൊണ്ട്. അങ്ങനെ നല്ല റോഡാണ് കേട്ടോ, നല്ല അടിപൊളി റോഡാണ്. ഇതിൽ കുറേ ആൾക്കാർ പോയിട്ടുണ്ടാവും, എൻ്റെ സബ്സ്ക്രൈബർ തന്നെ എല്ലാവർക്കും അറിയായിരിക്കും. ഇത് നല്ല അടിപൊളി റോഡ് കേട്ടോ, എല്ലാം പുതിയ ഈ അടുത്ത് തന്നെ ആക്കിയതാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഞാനൊരു 2-3 വർഷം മുന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. എന്തായാലും സംഭവം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതാണ് അണ്ണൻ പറഞ്ഞ പെരുസാന മല. നല്ല കാണുന്നവരൊന്നുമല്ലട്ടോ, നല്ല ഹൈറ്റുള്ള മല കേട്ടോ. ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് പേരൊക്കെ ഉണ്ണിച്ചാട്ടയൊക്കെ അറിയായിരിക്കും, റോവും ചേട്ട അവർക്കൊക്കെ അറിയായിരിക്കും ഈ സ്ഥലം. എനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ. നല്ല വലിയ മല കേട്ടോ. പക്ഷെ അണ്ണനെ ഞാൻ പറഞ്ഞ് പറ്റിച്ചു, നമ്മുടെ അവിടെ പാല് കാച്ചിയാണ് ഏറ്റവും വലിയ മല, ഇതിനേക്കാളും വലിയ മലയാന്നൊക്കെ പറഞ്ഞാൽ ആർക്കറിയാം. പക്ഷെ പാല് കാച്ചി ഭയങ്കര എളുപ്പമായിരുന്നു, പക്ഷെ ഇത് കയറാൻ എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഫുള്ള് പാറയും കാര്യങ്ങളൊക്കെയാണ്. ഇതിപ്പോൾ കുതിരാനേക്ക് കയറുന്നതിൻ്റെ ഇതാട്ടോ. മുന്നേ ഞാൻ കുതിരാനിൽ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. സംഭവം വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് ഒരുപാടുണ്ട്, ഇന്ത്യയിൽ തന്നെ കുറേ സ്ഥലത്ത് ഇതുണ്ട്. അതായത് മറ്റേ പാറ തുരന്ന് തുരങ്കത്തിൽ കൂടെ പോകുന്ന പരിപാടി. ഇത് മുന്നേ ഞാൻ ബൈക്കും കൊണ്ട് ഞാൻ എൻ്റെ ചേട്ടൻ കൊണ്ട് ഇതിൽ പോയിട്ടുണ്ട് കേട്ടോ, വണ്ടി എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ടുണ്ട്. എന്നാലും നമുക്കൊരു തുരങ്കം ആയിട്ട് കുതിരാനല്ലേ ഉള്ളൂ അല്ലേ. അങ്ങനെ സംഭവം അടിപൊളിയാണ്. KSRTCയിൽ പാട്ടും കേട്ട് ഇങ്ങനെ പോകുന്നത് ഒരു പ്രത്യേകതരം വൈബാണ്. എന്തായാലും സംഭവം അടിപൊളിയാണ്. ഇത് കറക്റ്റ് ഒരു 48-49 സെക്കൻഡ് 50 സെക്കൻഡ് ആയപ്പോഴത്തേക്കും ക്രോസ് ചെയ്ത് അപ്പുറം എത്തി കേട്ടോ. നല്ല ബൈക്കിലാണ് വായിക്കുന്നത് പുള്ളി, പിന്നെ നല്ല അടിപൊളി കണ്ടക്ടറായിരുന്നു, നല്ല കമ്പനിയുടെ ആൾ. പിന്നെ എനിക്ക് പിന്നെ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് അണ്ണൻ നല്ലപോലെ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയും, പിന്നെ നമ്മളെ നാട്ടിലെ പറ്റിയൊക്കെ ചോദിക്കും. കാരണം അവർ കണ്ണൂർ ഭാഗത്തേക്കൊന്നും വന്നിട്ടൊന്നുമില്ല, മലബാർ അതിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളും ഇതൊക്കെ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് എന്തായാലും എനിക്കൊരു സബ്സ്ക്രൈബറെ കിട്ടി. അത് ഭയങ്കര ഹാപ്പിയാണ് ഗീസ്, ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ കുതിരാൻ കഴിഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞ മല, വലിയ മല, ഒരു രക്ഷയില്ലാത്ത മല കേട്ടോ, ഭയങ്കര മല. നമ്മുടെ നാട്ടിലൊന്നും ഇത്രയും വലിയ മല ഇല്ലയെന്ന് തോന്നുന്നു, എനിക്കറിയില്ല കേട്ടോ.